ഹണി റോസ് ബോച്ചെ കേസിൽ വന്നുപെട്ട ഒരാളാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ. കാരണം ഇവരുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആ കൂടെ തന്നെ കാണുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. കാരണം കഴിഞ്ഞ ദിവസം ഈ സംഭവം ഇപ്പം ബോച്ചെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഇത്ര കാര്യങ്ങളെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഉടനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിച്ചു, കോടതി വിധി എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇവരുടെ ഈ കേസിനിടയിൽ ചാനലുകൾ ഈ രാഹുൽ ഈശ്വറിനോട് പല കാര്യങ്ങളിലും അഭിപ്രായം ചോദിക്കാറുണ്ടല്ലോ. അതേപോലെ ഈ കേസിലും അഭിപ്രായം ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായവും നിലപാടുകളും ഒക്കെ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ വളരെ വിചിത്രമായിരുന്നു. കാരണം എപ്പോഴും ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഓരോ കാര്യത്തോട് അഭിപ്രായം പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രം ഇങ്ങനെ വേറിട്ട ഒരു രീതിയിലാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ ഒരു പ്രശ്നത്തിന്. അപ്പോൾ ഈ ഭാഗവും നിൽക്കില്ല, ഈ ഭാഗവും നിൽക്കില്ല, നടുക്കേതോ ഭാഗത്താണ് നിൽക്കുക. അപ്പം നമുക്കതങ്ങ് അതിനൊരു ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. അപ്പോൾ ചില സമയങ്ങളിൽ മാത്രമാണ് എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റിയിട്ടുള്ളൂ, വളരെ റയറായിട്ട്. അല്ലാണ്ട് എപ്പോഴും ഇതുപോലെ തന്നെയാണ് എനിക്കിങ്ങനെ ഞാൻ കൺഫ്യൂസ്ഡ് ആവും, അതെന്താ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പം നമ്മൾ പല കേസ് എടുത്തു നോക്കിയാലും അറിയാം, നമ്മുടെ ശബരിമല വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നത്തിലൊക്കെ രാഹുൽ ഈശ്വറൊക്കെ സ്ത്രീകൾ കയറരുത് എന്ന് ശക്തമായ നിലപാടെടുത്ത ആൾക്കാരാണ്. അപ്പം സ്ത്രീകൾ കയറാതിരിക്കാൻ സർക്കാർ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സ്ത്രീകളെ കയറ്റാനായിട്ട് മുന്നോട്ട് വന്നത്. അപ്പം നിങ്ങളതെങ്ങനെ തടയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവിടെ നമ്മൾ അശുദ്ധമാക്കും, അമ്പലം അശുദ്ധമാക്കും. അതായത് ഭക്തിയുടെ പാരമ്യമാണ്. അമ്പലം അശുദ്ധമാക്കിയിട്ട് സ്ത്രീകളെ കയറ്റാതാക്കും. അശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ അമ്പലം പൂട്ടുമല്ലോ, നടയടയ്ക്കും, പിന്നെ ശുദ്ധികലശോ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ടാണ് അങ്ങനെയാകുമ്പോൾ അതെങ്ങനെ അശുദ്ധമാക്കുക? ബ്ലഡോ യൂറിനോ അവിടെ വീഴ്ത്തിയിട്ട് അമ്പലം അശുദ്ധമാക്കും. അപ്പം ആ ശബരിമലയിലെ ആ പവിത്രതയും ഇതും എല്ലാം അതേപോലെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം പറഞ്ഞ മാർഗം എന്ന് പറയുന്നത് അവിടെ അശുദ്ധമാക്കുക എന്നുള്ളതാണ്. ഇതേപോലെയാണ് നിലപാടുകൾ പല കാര്യങ്ങളും. അപ്പം നമുക്ക് വിചിത്രമായിട്ട് തോന്നും. ഇപ്പം ഈ സെയിം കേസിലും ഹണി റോസിൻ്റെ കേസിലും ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എനിക്ക് വിചിത്രമായിട്ട് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിൽ വന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് പുള്ളിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അമിതമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെ അംഗീകരിക്കുന്നു. കുന്തി എന്ന ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി അദ്ദേഹം പ്രയോഗിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അമിതമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും അമിതമല്ലേ? ഈ കാണുന്ന നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹണി റോസിന്റെ വസ്ത്രധാരണം അമിതമാണെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ? നമ്മൾ ആരെയാ പറ്റിക്കുന്നത്? ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കണ്ടേ? ഹണി റോസിന്റെ വസ്ത്രധാരണം, ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിക്കുന്ന പ്രവണത, ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഓവർ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അത് പ്രൊജക്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഹണി റോസ് ചെയ്യാറില്ലേ? അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അതിനർത്ഥം ഹണി റോസിനെ ആർക്കും എന്തും പറയാമെന്നല്ല. തീർച്ചയായിട്ടും ഹണി റോസിനെയോ അല്ലെങ്കിൽ മുമ്പ് അമല പോളിനെയോ അല്ലെങ്കിൽ ദിവ്യപ്രഭയോ ഏത് അഭിനേത്രിമാരാണെങ്കിലും ഒരു കലാകാരികളാണ്, നമ്മൾ ബഹുമാനിക്കണം. ഹണി റോസ് തെലുങ്കിലടക്കം, അല്ലെങ്കിൽ അമല പോൾ തമിഴിലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലും, ഇപ്പം ദിവ്യപ്രഭ ലോകതലത്തിൽ തന്നെ പോയി നമ്മുടെ കേരളത്തിനും മലയാളത്തിനും അഭിമാനം ഉണ്ടാക്കിയവരാണ്. പക്ഷെ അവരുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ അവരെക്കുറിച്ച് അങ്ങനെ കമന്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും മോശക്കാരാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? കാണിക്കുന്നെങ്കിൽ കാണാൻ ആളുണ്ടാകും എന്നുള്ളതല്ലേ ലോകത്തിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയല്ല. അത്തരം നെഗറ്റീവ് അറ്റൻഷനും മറ്റും വരുന്ന താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇനിയും പല ആൾക്കാരും അതിനെ അമിത വൈകാരവൽക്കരിച്ച് അമ്മയും പെങ്ങളെയും അങ്ങനെ പറയുന്നോടാന്നൊക്കെ ചോദിക്കും. നമ്മുടെ ആരുടെയെങ്കിലും അമ്മയും പെങ്ങളും ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്ത് വെളിയിറങ്ങുന്നത്? നമ്മുടെ ആരുടെയെങ്കിലും അമ്മയും പെങ്ങളും ഇങ്ങനെ വസ്ത്രം ധരിച്ചാണോ വെളിയിൽ ഇറങ്ങുന്നത്? നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ചില അതിർവരമ്പുകൾ, സഭ്യത, മാന്യത, അത് സംസാരത്തിൽ വേണം, അത് വസ്ത്രധാരണത്തിൽ വേണം, അത് എല്ലാ കാര്യങ്ങളിലും വേണമെന്ന് പറയണം. ഇനിയും ബോച്ചയെ പോലീസുകാർ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തു, എന്താ പറയണ, കാറ് വളച്ചിട്ട് അറസ്റ്റ് ചെയ്തു നോക്കുക. ബോച്ചെ തീവ്രവാദിയൊന്നും അല്ലല്ലോ, എവിടെയും വിട്ട് ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. ഈ നാട്ടിൽ തന്നെ ഉള്ള ആളല്ലേ, ഈ നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സും കുടുംബവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ബോച്ചയുടെ വാക്കുകൾ ഓവറാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും ഓവറാണ്. ബോച്ചെ ആ വാക്കുകൾക്ക് മിതത്വം കൊണ്ടുവരണം, സംശയമൊന്നുമില്ല, അദ്ദേഹം ആ വാക്കുകൾക്ക് മിതത്വം കൊണ്ടുവരണം. അതേപോലെ ഹണി റോസ് അടക്കമുള്ളവർ അവരുടെ
വിപണന മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മോശമായിട്ടോ വൾഗറായിട്ടോ വസ്ത്രം ധരിക്കുകയാണെന്ന വിമർശനം വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളണം, അത് തിരുത്താൻ തയ്യാറാകണം, ആ വിമർശനത്തിനെ അക്നോളജ് ചെയ്യണം. അപ്പോൾ രാഹുൽ ഈശ്വർ ശക്തമായി പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് പ്രശ്നം. അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആരെയും ഇതേപോലെയുള്ള അഭിപ്രായങ്ങൾ പറയും, കമൻസ് വരും, നിങ്ങളത് കേട്ടോണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതേപോലെയുള്ള വളരെ മോശപ്പെട്ട കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുടെ അതേ മാനസികാവസ്ഥ തന്നെയാണ് രാഹുൽ ഈശ്വറിനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാന്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രമല്ല ഒരു സ്ത്രീ ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിൽ തോന്നിയത് നിങ്ങൾ പറയും. അതല്ലേ ആ പറഞ്ഞു വെക്കുന്നത്. അതായത് ഏതാണ് ഇവർ ഉദ്ദേശിക്കുന്ന മാന്യ വസ്ത്രം എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ മിക്ക മനുഷ്യരും, ആണുങ്ങളല്ല, മിക്ക ആൾക്കാർക്കും ഇങ്ങനെ തോന്നിയിട്ടില്ലേ? ഇപ്പം ആ വീഡിയോയിൽ പറയുന്നില്ലേ മിക്ക ആൾക്കാർക്കും തോന്നിയിട്ടില്ലേന്ന്. അത് രാഹുലിൻ്റെ തോന്നലാണ്. കാരണം രാഹുലിൻ്റെ ചുറ്റും നിൽക്കുന്നവരും രാഹുലിൻ്റെയും ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെയല്ലാത്ത ഒത്തിരി പേരെ എനിക്കറിയാം. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നതിന് മറ്റുള്ളവർക്ക് എന്താ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ, പുരുഷന്മാരെ തന്നെ എനിക്കറിയാം. അപ്പോൾ രാഹുലിന് അറിയില്ലാത്തത് കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് കരുതരുത്. രാഹുൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കും നിങ്ങൾക്കും അമ്മയും പെങ്ങളും ഒക്കെ ഇല്ലേ എന്ന്. അപ്പം രാഹുൽ തന്നെ അതിന് പറയുന്ന ഉത്തരം എന്താ, നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഇതേപോലെ വസ്ത്രം ധരിച്ചിട്ടാണോ പുറത്തേക്ക് പോകുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അത് നമ്മളോട് ചോദിക്കുന്ന. അപ്പം ഞാൻ രാഹുലിനോട് ചോദിക്കുന്നത് എന്താ, നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഇതേപോലെയുള്ള വലിയ വലിയ ഉദ്ഘാടനങ്ങൾക്ക് പോവുകയും ഇതേപോലെ വലിയ സെലിബ്രിറ്റി ആണോ? അതല്ലെങ്കിൽ ഇതേപോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണോ? അവർ പോകുന്നത് നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളുടെ അങ്ങനെയുള്ള കല്യാണങ്ങൾക്കോ കയറി താമസത്തിനോ അല്ലെങ്കിൽ ടൂറ് പോകുമോ? ഇതുപോലെയുള്ള പരിപാടികളല്ലേ ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ മാതിരിയുള്ള വസ്ത്രങ്ങൾ ആവശ്യമില്ല. പക്ഷേ ഹണി റോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ ബ്രാൻഡുകളുടെ അംബാസിഡറായിട്ടും അതിൻ്റെ ഉദ്ഘാടനത്തിനുമൊക്കെയാണ് പോകുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോസ്റ്റ്യൂം ഡിസൈൻസ് ആണ് അവർ ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്ക്, അതായത് ഈ കമൻ്റ് ഇടുന്നവർക്ക് അവരുടെ വീട്ടിലുള്ളവർ ആ സ്റ്റാറ്റസിലുള്ളവരല്ല. അപ്പം അവർക്ക് അതുപോലത്തെ വസ്ത്രം ധരിക്കണ്ട. ഇതെന്താണ് മനസ്സിലാവാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ രാഹുൽ പറയുന്നുണ്ട്, മോഹൻലാൽ പറഞ്ഞതിന്, മോൺസ്റ്റർ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതിന് ഹണി റോസ് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഈ മോൺസ്റ്റർ സിനിമയിലുള്ളത് മോഹൻലാലും ഹണി റോസും അവതരിപ്പിക്കുന്ന 2 കഥാപാത്രങ്ങളാണെന്ന് മനസ്സിലാവണ്ടേ? അത് 2 കഥാപാത്രങ്ങളല്ലേ? അതിൽ ഹണി റോസ് ലെസ്ബിയനായിട്ടാണ് അഭിനയിക്കുന്നത്. ശരിക്കുള്ള മോഹൻലാലും ഹണി റോസും ഇങ്ങനെ സംസാരിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറില്ലായിരിക്കും. അപ്പം ഇത് ഹണി റോസ് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരാളും മോൺസ്റ്ററിൽ അഭിനയിച്ചത് ഒരു കഥാപാത്രവുമാണ്. അതേസമയം ബോബി ചെമ്മണ്ണൂരിൻ്റെ അത് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഹണി റോസ് എന്ന സെലിബ്രിറ്റി, ആ വ്യക്തിയാണ് ഇയാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? പിന്നെ നമുക്കെല്ലാം അറിയുന്നതാണ് ശ്രീവിദ്യ എന്ന് പറയുന്ന മികച്ച നടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കാണാൻ. എന്തൊരു സുന്ദരിയല്ലേ. പക്ഷേ അവരുടെ ശരീരത്തിനും ഇതുപോലെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. അവർ സാരി അല്ലാതെ മറ്റൊരു വേഷത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അധികം എന്നല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അന്നൊക്കെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കും അതുപോലെയുള്ളതൊന്നും നമ്മളിലേക്ക് എത്താത്തത്. എന്തായാലും പൊതുവേദികളിലോ മറ്റു ചടങ്ങുകളിലോ ഒന്നും ഈ ശ്രീവിദ്യ സാരി അല്ലാതെ മറ്റൊരു വേഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സിനിമയിലെങ്ങാനും ആയിരിക്കും അവരൊരു മാക്സി ഇട്ടിട്ടോ അല്ലെങ്കിൽ മിഡിയും ടോപ്പ് പോലത്തെ ഡ്രസ്സ്, അത് അവർ ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അവരെപ്പോഴും നല്ല നല്ല വസ്ത്രത്തിൽ തന്നെയാണ്, അതായത് നിങ്ങൾ പറയുന്ന പോലെ മാന്യമായ വസ്ത്രത്തിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്കും ഇതേപോലെയുള്ള പരാമർശങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരാമർശങ്ങൾ ഈ മാന്യമായി വസ്ത്രം ധരിച്ചു വന്ന ശ്രീവിദ്യയ്ക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വസ്ത്രമല്ല പ്രശ്നം, ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയാണ് പ്രശ്നം. ഞാൻ അടിവരെ ഇട്ട് പറയുന്നു, നിങ്ങളുടെ ചിന്താഗതിയാണ് പ്രശ്നം. അതാണ് മാറേണ്ടത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങൾ പൊതുവേ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് പുറത്തേക്ക് വരില്ല. അവരെന്തിനാ വെറുതെ ആവശ്യമില്ലാതെ പുലിവാല് പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് ഒതുങ്ങി പോവുക ചെയ്യുക. എല്ലാം ഇങ്ങനെ കണ്ടിട്ടും കണ്ടില്ലാത്ത പോലെ
ആ രീതിയിലാണ് പെരുമാറാറ് മിക്കവാറും സ്ത്രീകൾ. തീരെ സഹികെടുമ്പോഴാണ് ഇങ്ങനത്തെയുള്ള കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സൈബർ സെല്ലിൽ ഒരുപാട് ഇതുപോലത്തെ കേസുകൾ പോയിട്ടുണ്ടെങ്കിലും ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ ഹണി റോസിൻ്റെ കേസിൽ ഇതേപോലെ ഒരു ആക്ഷൻ ഉണ്ടാവുമ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇനിയെങ്കിലും ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പണി വരും എന്നൊരു തോന്നലെങ്കിലും വരണ്ടേ. ഇപ്പം രാഹുൽ ഈശ്വറിൻ്റെ ടെൻഷൻ മുഴുവൻ ബോബിക്ക് മാപ്പ് കൊടുത്തൂടെ? അയാൾ 1 വർഷം ജയിലിൽ പോയി കിടക്കണമെന്നുള്ളതാണ്. അയാൾ കാരണമുണ്ടായ മാനസിക പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഇവർ വാൺ ചെയ്തു, നിങ്ങൾ ഇനി എന്നെ പറ്റി ഇങ്ങനത്തെ പരാമർശം ഇടരുത് എന്ന് പറഞ്ഞിട്ടും അയാൾ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും ഹണിയെ മോശമായി സംസാരിച്ചത്. അപ്പോൾ അതൊക്കെ അത്രയും പ്രൊവോക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു മാപ്പ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ മാപ്പ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ? ഒരു വലിയ ഉപദ്രവം കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ മതിയോ? അതുകൊണ്ട് തീരുമോ? അവർ അനുഭവിച്ച ആ പ്രയാസങ്ങളെല്ലാം അതുകൊണ്ട് തീരുമോ? അപ്പോൾ അതിനാകെ പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വസ്ത്രം ശരിയായില്ല എന്നാണ്. ഇതൊക്കെ എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഇനിയിപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കുറേ പേര് വാദിക്കുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും നീതി ഒരു സ്ഥലത്ത് നടപ്പാവുകയാണല്ലോ ചെയ്യുന്നത്. അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുക. നീതി നടപ്പാവുന്നത് കൊണ്ട് നല്ലതല്ലേ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഹണി റോസ് മാത്രമല്ല, ഒരുപാട് പേര് ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്. നന്നായി വസ്ത്രം ധരിച്ചവർ പോലും പല പല കാര്യങ്ങൾക്ക് മോശമായ കമൻറ്റുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടാൽ പോലും ചില സമയങ്ങളിൽ ഈ കാണുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവർക്ക് ബോധിക്കാത്ത കാര്യമാണെങ്കിൽ അവർ ആ ആളെ വന്നിട്ട് കമൻറ്റിൽ വളരെ മോശമായിട്ട് പറയും. പക്ഷെ അത് ഈ കമൻ്റ് ഇടുന്നവർ മുഴുവൻ അതാണ് ഈ നാടിൻ്റെ അഭിപ്രായം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ല, അങ്ങനെയല്ലാത്ത ചിന്തിക്കുന്നവരും കമൻ്റ് ഇടാതെ മറ്റ് അഭിപ്രായമുള്ളവരും ഈ നാട്ടിലുണ്ട്. അപ്പോൾ കമൻ്റ് കണ്ടതുകൊണ്ട് അതാണ് നമ്മുടെ നാടിൻ്റെ വൈബ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ അല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമാണ് പ്രശ്നം. രാഹുൽ ഈശ്വർ എടുത്തെടുത്ത് പിന്നെയും പറയാം. ഞാൻ ഓർക്കുക, ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളൊക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ലിസ്റ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ? എൻ്റെ ഭാര്യ ഇന്ന ചടങ്ങിന് ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്ന കാര്യങ്ങൾക്ക് പോകുമ്പം ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം, അങ്ങനെ ഒരു റൂളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അറിയില്ല. ഇനി വീട്ടിൽ എങ്ങനെയാണ്? എന്തായാലും പൊതുസമൂഹത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്ത്രീകൾ ഇന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം, ഇന്ന രീതിയിൽ നടക്കണം, ഇന്ന രീതിയിൽ സംസാരിക്കണം എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡൊക്കെ എന്ന് മാറാനാണ്?